ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഭൂചലനം. വടക്കൻ സുമാത്രയ്ക്ക് സമീപത്താണ് 6.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ഇന്ദിര പോയിന്റ്, ലിറ്റിൽ ആൻഡമാൻ എന്നീ സ്ഥലങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകും. സനിസ, ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? എന്താണ് ഉണ്ടായത്? അനീഷ, നിലവിൽ ഇന്ത്യയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല. ഇത്തരത്തിൽ മലാക്ക കടലിടുക്കിൽ രൂപം കൊണ്ട സെന്യാർ ചുഴലിക്കാറ്റ് 24 മണിക്കൂറിനുള്ളിൽ തീവ്രത നിലനിർത്തി അത് ക്രമേണ ദുർബലമാകുമെന്ന് മുൻപേ തന്നെ IMD മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ കൊടുങ്കാറ്റ് ഇന്തോനേഷ്യ തീരം തൊടാനാണ് സാധ്യതയെന്നും റിപ്പോർട്ട് നൽകിയിരുന്നു. ഇപ്പോൾ ഇന്തോനേഷ്യയിലെ വടക്കൻ സുമാത്രയുടെ പടിഞ്ഞാറൻ തീരത്ത് 6.5 തീവ്രതയുള്ള ഭൂചലനം ഉണ്ടായതായിട്ടാണ് ഇപ്പോൾ ദേശീയ സമുദ്ര നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും അറിയിപ്പ് വന്നിട്ടുള്ളത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഇന്ദിര പോയിന്റ്, ലിറ്റിൽ ആൻഡമാൻ എന്നീ സ്ഥലങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള തീരത്ത് നിലവിൽ സുനാമി മുന്നറിയിപ്പൊന്നുമില്ല. എങ്കിൽ പോലും ഇത്തരത്തിൽ സെന്യാർ ചുഴലിക്കാറ്റും അതുപോലെ തന്നെ ഭൂചലനവും ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് കന്യാകുമാരി കടലിന് മുകളിലായിട്ട് തീവ്ര ന്യൂനമർദ്ദമുണ്ട്. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ മറ്റൊരു ന്യൂനമർദ്ദമുണ്ട്. ഇതിന്റെ ഒരു കാലാവസ്ഥ വലിയ രീതിയിൽ ഒരു പ്രക്ഷോഭപരമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇവിടെ ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല. അനീഷ. ശരി, സനിസയാണ് വിവരങ്ങൾ നൽകിയത്.